അമ്മേ, അമ്മിണി ഇവിടെ? തെക്കേ മുറിയിലുണ്ട്. കിടക്കുക? വയ്യായിക വല്ലതും? വിശേഷിച്ചൊന്നുമില്ല. എന്തേ? നീ ഇനി അതിന് ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. അമ്പലക്കുളത്തിൽ കുളിക്കണവരാരോ പറഞ്ഞു അത്രേ മണിയൻ ഇനി വരില്ല എന്നോ മറ്റോ. സാരല്ല, നീ ഇവിടെ നിന്നുണ്ടോളൂ. അമ്മിണി, അമ്മിണി, എണീക്കൂ. എണീക്കാൻ വരൂ. ഇരിക്കൂ. നീ ഉണ്ടാലേ ഏട്ടൻ ഉണ്ണു. മണിയൻ ഏട്ടൻ എഴുതാം. ഒരാഴ്ചയ്ക്കും അവൻ വരും, അത് ഞാൻ ഏറ്റു. അഥവാ അവൻ വന്നില്ലെങ്കിൽ അവനെ കുറിച്ച് നീ കരയാതെയും കഴിയും. ഏട്ടന്റെ തടിക്ക് കേടിലെത്രത്തോളം കാലം നിന്റെ കണ്ണീര് നിലത്ത് വീഴാൻ ഏട്ടൻ സമ്മതിക്കില്ല. നീ കർക്കശായിട്ട് മണിയന് വല്ലതും എഴുതിയിട്ട്? അതൊന്നും നീ പേടിക്കണ്ട. ഒരു വാക്കും പഴക്കില്ല, തീർച്ച. ഇങ്ങനെ ഉണ്ണുക. ഞാൻ കാട്ടിത്തര അങ്ങനെ ഉണ്ണുക. ഇങ്ങനെ. നീയേ കൊഞ്ചിച്ച് ഇവിടെ ഇരുന്നോളൂ. പെണ്ണായ ക്ഷമിക്കാനാ ആദ്യം പഠിക്കേണ്ടത്, കരയാനല്ല. ഞാൻ ഉണ്ടോ കൊഞ്ചിക്കാൻ പോണു? കൊഞ്ചലൊക്കെ വരണു മണിയന്റെ വക. ബാംബെയിലെത്തിയാൽ എന്താവും കഥ? തലേന്ന് ഇറക്കും അവൻ. ഹായ്, എന്താവും ആ നേരത്തെ സന്തോഷം. നല്ലോണം അടച്ചേക്കൂ. കള്ളനൊന്നും കേറണ്ട കേട്ടോ. കള്ളന്മാര് മാത്രമല്ല, മര്യാദക്കാരും കേറണ്ട. ഞാൻ അങ്ങോട്ടാണ് തരേണ്ടത്. അത് ഞാൻ വാങ്ങിച്ചോളാം. ഇപ്പോൾ തിന്നോളൂ. ഈ വിളക്കങ്ങ് അണച്ചേക്കൂ. വെളിച്ചത്തിൽ ഇറന്നാൽ എനിക്ക് തീരെ ഉറക്കം വരില്ല. ഈ വിളക്ക് കെടുത്താൻ പാടില്ല. കെടുത്താൻ പാടില്ലാത്തൊരു വിളക്ക് ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത്. ഞാനും. തനിയെ കെട്ടുപോയാലോ? കെടില്ല. അഥവാ കെട്ടുപോയാലോ? അയ്യോ, എന്താ ഈ കാട്ടണ? ശരി, എങ്കിൽ നീ വിളക്കിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോളൂ. നിനക്കുറങ്ങാൻ ഇരുട്ട് വേണമെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ട. അയ്യോ, ആ മരത്തുമ്മ കയറി വക ഇനി മാഞ്ഞിട്ടില്ല. ഓ, എത്ര കെഞ്ചിയിട്ടും ഓഫീസിൽ പോണ്ടേ? ഓ നാശം.
ആ? വേണ്ട. ഒരു ഇഡ്ഡലി. വേണ്ട ഡാർലിംഗ്. എങ്ങനെ ഇരിക്കുന്നു ജീവിതം? ഇത്രയും കൂടി നേരത്തെ ആവായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആവുമെന്ന് നാട്ടിലാവുമ്പോ ആലോചിച്ചിട്ടുണ്ടോ? അറിയാണ്ട് എങ്ങനെയാ ആലോചിക്കാൻ? എനിക്കൊരു വ്യസനേ ഉള്ളൂ. ഇത്രയും കൂടെ മുമ്പേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരായിരുന്നില്ലേ? എന്നാ അടുത്ത വണ്ടിക്ക് തന്നെ നീ തിരിച്ചു പോവായിരുന്നു. പോവില്ല. ഒരു യുദ്ധകാന്ഡമായിരുന്നു അത്. എന്ത് കുന്തായാലും ശരി. അത്രയ്ക്ക് വലിയ കഷ്ടപ്പാടായിരുന്നു. നീ അതറിയണ്ട. എനിക്കറിയണം. എന്നിട്ടാണോ സുഖാന്ന് ഞങ്ങൾക്ക് എഴുതിയിരുന്നത്? ദുഃഖാണെന്ന് എഴുതിയിട്ട് എന്താ കാര്യം? അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത്? ഇന്നൊരു സ്ത്രീ 3 തവണ ഫോണിൽ വിളിച്ചിരുന്നു. വളരെ അടുത്തറിയാമെന്നേ പറഞ്ഞേ. പേരൊന്നും പറഞ്ഞില്ലേ? ആ, ലീന. അശ്രീകരം. എന്തേ? ഹേയ്, ഒന്നുമില്ല. ഞാനിവിടെ വന്ന കാലത്ത് ഫുട്ബോളിന്റെ ഗതിയായിരുന്നു. ജോലിക്കായി തെണ്ടൽ, പട്ടിണി, മനുഷ്യരുടെ നിർദ്ദയത്വം. അവസാനം ഈ ലീനയാണ് എന്നെ സഹായിച്ചത്. പുസ്തകം വിൽക്കാൻ ചെന്ന പരിചയം. എന്റെ ഇന്നത്തെ കമ്പനിയുടെ അന്നത്തെ ഉടമസ്ഥന്റെ ഭാര്യ. അവരെ പറ്റിയാ അശ്രീകരെന്ന് പറഞ്ഞേ? വൃത്തികെട്ട ജന്തു. ദയോണ്ട് സഹായിച്ചൊന്നുമല്ല. പിന്നെ? വയസ്സൻ കമ്പനി ഉടമസ്ഥനെ അവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലണം. എന്തിനാ മണിയേട്ടാ? മണ്ടിപ്പെണ്ണെ.